പ്രണയത്തെക്കുറിച്ച് പറയുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷേ വ്യക്തികളുടെ പേരുകൾ പരാമർശിക്കരുത് എന്നെനിക്ക് കർശന നിർദ്ദേശം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുന്നത്, കാര്യങ്ങൾ അതിൻ്റെ എൻ്റെ പ്രണയത്തിൻ്റെ ഒരു സൈക്കോളജി ആ ഒരു വശത്തോടെ അങ്ങോട്ട് ഒന്ന് പറയാൻ ശ്രമിക്കാം. ഇതൊരു വലിയ സബ്ജക്റ്റാണ്. ഇത് പല പെർസ്പെക്റ്റീവുണ്ട്. അപ്പോൾ ഏത് വശത്തു നിന്ന് ഇതിനെ നോക്കിക്കാണുന്നു എന്നതിനനുസരിച്ചാണ് ശരിക്കും ഞാൻ ഉത്തരം നൽകേണ്ടത്. പിന്നെ നമ്മൾ ആരൊക്കെയോ തീരുമാനിക്കുന്നത് നമ്മുടെ തൊട്ടടുത്തുള്ള ആൾ ചെയ്യുന്നതോ അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ചുകൂടെ ബെറ്ററായിട്ട് അതേ കാര്യമോ ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുവാൻ എനിക്കും അത് കേൾക്കുമ്പോൾ നിങ്ങൾക്കും പല ബുദ്ധിമുട്ടുകളും ഉണ്ടായേക്കാം. അപ്പോൾ ഇത് ചുരുക്കി പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെയും ഒരു വലിയ കടലാണ് ഞാനിങ്ങനെ നോക്കുമ്പോഴത്തേനും പറയാനുള്ളത്. പറയാൻ ശ്രമിക്കാം, മനസ്സിലാക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം, ലോകം പോകുന്നത്, അതിനെപ്പറ്റി നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. എന്താണ്, പെൺകുട്ടികൾ നമ്മുടെ മുൻ തലമുറ പോലെയല്ല. അവർ എല്ലാവരും ജോലി ചെയ്യുന്നവരാണ്, പണം സമ്പാദിക്കുന്നവരാണ്, അവരുടെ ഇഷ്ടങ്ങൾ സ്വന്തമായിട്ട് ചൂസ് ചെയ്യുന്നവരാണ് എന്നുള്ളതാണ് നമ്മൾ അറിയുന്നതും കേൾക്കുന്നതും ഒക്കെ. എന്താണേലും നമ്മുടെ മുൻ തലമുറയിലെ സ്ത്രീകളെക്കാളും ബെറ്ററായിട്ടുണ്ട് ഇപ്പോഴത്തെ തലമുറയിലെ പെൺകുട്ടികൾ, സ്ത്രീകൾ. അതാണല്ലോ. അപ്പോൾ ആൺകുട്ടികളും അതിനനുസരിച്ച് മാറണം എന്നുള്ളതാണല്ലോ ഒരു കാര്യം. അപ്പോൾ അതോടൊപ്പം ഒരു കാര്യം പറയട്ടെ, കാലം മാറുന്നതിനനുസരിച്ച് നമ്മളെല്ലാവരും, ആണാണേലും പെണ്ണാണേലും ആണും പെണ്ണും അല്ലാത്ത മറ്റ് ലിംഗങ്ങളിൽപ്പെട്ടവർ ആണെങ്കിലും ഒക്കെ മാറ്റത്തിന് തയ്യാറാണെങ്കിലേ ഉള്ളൂ ജീവിച്ചു പോകാൻ പറ്റത്തുള്ളൂ എന്നുള്ളൊരു കാര്യം ഇതിലുണ്ട്, ഇവിടെയുണ്ട്. അപ്പോൾ ഞാൻ +2 ഫെയിലായതിനു ശേഷമാണ് ഒഫീഷ്യലി എൻ്റെ പ്രണയം പ്രൊസീഡ് ചെയ്യാം എന്നേ ഞാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഞങ്ങൾ കണ്ടിട്ടുണ്ട്, അവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടെ നിന്ന് അങ്ങോട്ടും ഇഷ്ടമൊക്കെ ആയിരുന്നു. ബട്ട് അത് പ്രൊസീഡ് ചെയ്യാം എന്ന് തീരുമാനിക്കുന്നത് ഞാൻ +2 ഫെയിലായതിനു ശേഷമാണ്. +2 ഫെയിലായതിനു ശേഷം എന്ന് ഞാൻ പറയുന്നത്, നീണ്ടകാലത്തെ പഠനം എന്ന പ്രക്രിയ ഞാൻ ഉപേക്ഷിക്കുകയാണ് +2 ഫെയിലായതോടുകൂടി. കാരണം എന്നെക്കൊണ്ട് പഠിക്കാൻ പറ്റുന്നില്ല. അതേ നാണയത്തിൻ്റെ അപ്പുറത്തെ വശത്ത് പഠിക്കാൻ താല്പര്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് വളരെ ചുരുക്കിയാണ് പറയുന്നത്. ഇതിനൊക്കെ കുറേ എക്സ്പ്ലനേഷൻ ഉണ്ട്. എക്സ്പ്ലനേഷനിൽ നിന്ന് പിന്നെ അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാൻ വലിയ പാടാണ്, ഇവിടെയെങ്കിലും നിൽക്കത്തില്ല. അതുകൊണ്ടാണ്. അപ്പോൾ മനസ്സിലാക്കുക. അപ്പോൾ പഠനം ഉപേക്ഷിച്ചു
പഠനം ഞാനന്ന് ഉപേക്ഷിച്ചത് വളരെ വലിയൊരു കാര്യമാണ്. അന്ന് അങ്ങനെ ആരും ചെയ്യാൻ തയ്യാറില്ല. ഇപ്പോഴാണ് പിന്നെ അതിനോടെല്ലാവരും പൊരുത്തപ്പെട്ട് വരുന്നത്. അപ്പോൾ അന്നൊക്കെ അങ്ങനത്തെ ഡിസിഷൻ എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഊഹിച്ചാൽ മതി, അന്നുള്ള ആൾക്കാരോട് ചോദിച്ചാൽ മതി. അപ്പോൾ മറ്റ് എൻ്റെ പ്രായത്തിലുള്ള ആളുകളെല്ലാം പഠനം തുടർന്നപ്പോൾ ഞാൻ പഠനം ഉപേക്ഷിച്ചു. പിന്നെ എന്താണ്, ജോലി ചെയ്ത് ജീവിക്കുക. പഠിക്കാനോ പറ്റില്ല. അപ്പോൾ ചെറിയ എന്തെങ്കിലും ഒരു കോഴ്സ് എടുത്തിട്ട് ഇവിടെ കുറച്ച് ആളൊക്കെ ജോലി ചെയ്ത് ശേഷം വിദേശത്തോട്ടൊക്കെ പോയി അങ്ങനെ ജോലി ചെയ്തങ്ങ് ജീവിക്കാം എന്നുള്ളൊരു ഇതിലാണ്. അപ്പോൾ അങ്ങനെ എൻ്റെ കരിയർ ഞാൻ ബിൽഡ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. ഇപ്പം നമ്മുടെ ഒരു ട്രാക്ക് സെറ്റ് ചെയ്തു. സോ ഇനിയിപ്പോൾ എന്താണ്, ഒരാളെ പ്രണയിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സന്തോഷമായിട്ട് നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യാനൊരു പ്രചോദനവും സന്തോഷവും ഒക്കെ ആയിരിക്കും. അപ്പം എന്നെപ്പോലെ തന്നെ എൻ്റെ ഒപ്പം സഞ്ചരിക്കുന്ന ആൾക്കും ഒരു കൂട്ട് കിട്ടുവാണല്ലോ. അപ്പം അങ്ങനെ ഒരുമിച്ച് പോകാം എന്നൊക്കെയുള്ളതാണ് എൻ്റെ മനസ്സിൽ. അപ്പോൾ ഞാൻ എൻ്റെ കാര്യം ഉള്ളൊരു പ്രശ്നം എന്നല്ല, എനിക്കുള്ളൊരു എന്താ പറയുക, ഒരു പേര് പറയാൻ പറ്റുന്നില്ല. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു കാര്യം ആദ്യം അത് കാണും, പിന്നെ അതിനെ ഇഷ്ടപ്പെടും, പിന്നെ അത് ഞാനുമായിട്ട് തട്ടിച്ച് നോക്കും. ആണെന്നുണ്ടെങ്കിൽ പിന്നെ എന്നേക്കാൾ ബെറ്ററായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ ആ കാര്യത്തിൽ നിന്നുള്ളത് ചെക്ക് ചെയ്യും. ശേഷം ഈ കടമ്പയെല്ലാം കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്യും. നമ്മുടെ ഓപ്പോസിറ്റുള്ള ആളുമായിട്ടൊരു ഇൻട്രാക്ഷൻ സംഭവിക്കാനായിട്ട്. കാരണം വൺസ് ഞാനൊരു കാര്യം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഞാനൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് ഡിസൈഡ് ചെയ്ത് വെക്കും, എന്തൊക്കെ റിസൾട്ടുകൾ ഞാൻ ഉണ്ടാക്കി വെച്ചതിന് ശേഷമാണ് ഞാനൊരു കാര്യം ഡിസൈഡ് ചെയ്ത് പ്രവർത്തിച്ച് തുടങ്ങുക എന്നൊക്കെയുള്ളത് ഞാൻ പറഞ്ഞു. അപ്പോൾ വൺസ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത പിന്നെ ദൈവം തമ്പുരാൻ വന്നാൽ പോലും ഒരു രക്ഷയില്ല. ദൈവം തമ്പുരാൻ ഇല്ലെന്ന് നമ്മൾ തെളിയിക്കും, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ ദൈവത്തിനെ അടിച്ചു ഓടിക്കും. അപ്പോൾ അതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് പല കുറി ആലോചിക്കും. എനിക്കൊരു കാര്യം ചെയ്തിട്ട് ഫെയിലാവുന്നത് താല്പര്യമുള്ള കാര്യമല്ല, ഞാൻ ഫെയിലാകത്തുമില്ല. സാധാരണ ഏറ്റവും റിസ്ക്കുള്ള കാര്യം, ആരും അധികം കൈവയ്ക്കാത്ത കാര്യം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. കാരണം ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തൊരു കാര്യം, ഒരുപാട് കാര്യങ്ങൾ റിസ്ക് എടുത്ത് ഒരു കാര്യം ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് സാധാരണ ഒരു കാര്യം ചെയ്തിട്ട് ഒരു കാര്യമില്ല. അത് ചെയ്യാൻ ഇഷ്ടം പോലെ ഇങ്ങനെ റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്ത, മടിയുള്ള, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്ത മടിയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ ചെയ്തോളൂ. എനിക്ക് ഇച്ചിരി ഡോസ് കൂടിയ കാര്യം ചെയ്യുന്നതിലാണ് താല്പര്യം. കാരണം അത്രയും ഞാനതിന് പേയ്മെൻറ്റ് ചെയ്താണ് ഒരു കാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ്.